ഇവിടെ നമ്മുടെ അജീഷിന് 38 വയസ്സ് കഴിഞ്ഞിട്ടും പെണ്ണ് കിട്ടിയിട്ടില്ല. അതിന്റെ സങ്കടത്തിലാണ്. പെണ്ണ് കിട്ടാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഭാവി വധുവിനെ കുറിച്ചുള്ള ഇവന്റെ സങ്കല്പങ്ങളാണ്. ആ സങ്കല്പങ്ങളൊക്കെ ഒത്തുചേർന്ന പെൺകുട്ടികളെ എല്ലാ ഡേറ്റിംഗ് ആപ്പിലും പിന്നെ നാട്ടിലും അവൻ സ്ഥിരമായി അന്വേഷിക്കാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ആരെയും ഇവൻ ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല. യോഗ ചെയ്യുന്ന സമയത്ത് വരെ ഇവൻ അതുപോലൊരു പെൺകുട്ടിയെ കിട്ടാൻ തിരച്ചിലാണ്. ഇതാണ് അവന്റെ ചങ്കാട്ടുള്ള കൂട്ടുകാരൻ അനീഷ്. 95 മുതൽ കമ്പ്യൂട്ടറിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ ഫിൽറ്റർ ഇട്ട് ഏത് പെൺകുട്ടിയെ കണ്ടാലും ഇവനത് കണ്ടുപിടിക്കും. അങ്ങനെയുള്ള പെൺകുട്ടികളെയൊന്നും ഇവന് ഇഷ്ടമല്ല. അപ്പോൾ തന്നെ പ്രപ്പോസൽ റിജക്ട് ചെയ്യും. പിന്നെ പൈസ കൊടുത്ത് മാട്രിമോണിയിൽ ഒരാളെ തന്നെ ഇവൻ വച്ചിട്ടുണ്ട്. അവന്റെ നിബന്ധനകൾക്ക് അനുസരിച്ച് ഒരു പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി. മനുഷ്യന്മാർക്ക് പോലും ഇല്ലാത്ത നിബന്ധനകളായതുകൊണ്ട് അവർക്കും അങ്ങനെ ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. നീ ഇങ്ങ് വാടാ മോനെ, നിനക്ക് ഞാനൊരു നല്ല പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് നാട്ടിലെ ബ്രോക്കർ നാരായണൻകുട്ടി ഇവനെ അങ്ങോട്ടേക്ക് വിളിച്ചു. അങ്ങനെ ഇവൻ ട്രെയിനിൽ ഇരിക്കുമ്പോൾ ഒരു ഏട്ടായും അവന്റെ കാമുകയും കൂടി ക്രിഞ്ചായിട്ട് പ്രേമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴത്തെ സീറ്റിലിരുന്ന്. ഇതായിരുന്നു അജീഷിന്റെ അവന്റെ കണക്കത്തെ അതേ സ്വഭാവമുള്ള മറ്റൊരു തല്ലിപ്പൊളി ഫ്രണ്ട്. അങ്ങനെ കലിപ്പന്റെയും കാന്താരിയുടെയും ശല്യം സഹിക്കാൻ വയ്യാതെ അജീഷ് സീറ്റിൽ നനയിച്ച് ടോയ്ലറ്റിന്റെ അവിടെ പോയി നിന്നു. കൂടെ അവന്റെ ഇപ്പുറത്തെ നാളും ഉണ്ടായിരുന്നു. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് അവര് കാണിക്കണേ എന്നൊക്കെ ഇവര് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ ആ കലിപ്പത്തി ഒന്ന് ടോയ്ലറ്റിലേക്ക് കയറി. ഏട്ടായി ഇതിലെ കൊളുത്ത് വർക്ക് ചെയ്യണില്ല എന്നവൾ പറഞ്ഞപ്പോ അവളുടെ കാമുകനും കൂടി അതിന്റെ അകത്തേക്ക് കയറി. ഇതൊക്കെ കണ്ട് പെണ്ണില്ലാത്ത അജീഷ് എന്ത് സംസ്കാരമാണത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോ ട്രെയിൻ പെട്ടെന്ന് കുലുങ്ങി. അങ്ങനെ അയാൾ അജീഷിനെ ലിപ് ലോക്ക് ചെയ്തു. ഇപ്പൊ കിട്ടിയത് അവന്റെ ഫസ്റ്റ് എവർ കിസ് ആയിരുന്നു. ഇയാൾ അപ്പോഴത്തേക്കും അപ്പുറത്തെ ടോയ്ലറ്റിലേക്ക് കയറി ഏട്ടായി ഇതിന്റെ കൊളുത്തും വർക്ക് ചെയ്യണില്ല എന്ന് പറഞ്ഞ് അജീഷിനെ അങ്ങോട്ടേക്ക് വിളിച്ചു. ഞാൻ ആരാന്ന് വിചാരിച്ചാടാ നീ എന്ന് അയാളോട് ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ട് ചുണ്ടങ്ങ് തുടച്ചു കളഞ്ഞു. ഫസ്റ്റ് കിസ് ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊരു വിഷമം അവനുണ്ടായിരുന്നു. വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ അച്ഛനും അമ്മേനൊന്നും അവിടെ കണ്ടില്ല. ജോലിക്കാരിയോട് ചോദിച്ചപ്പോഴാണ് തനിക്ക് വേണ്ടി പെണ്ണന്വേഷിച്ച് നടന്ന ബ്രോക്കർ നാരായണൻകുട്ടി മരിച്ച കാര്യം അവൻ അറിയുന്നത്. അങ്ങനെ ആ ഒരു പ്രതീക്ഷയും നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ബ്രോക്കറിന്റെ മകൻ ഇനി നിനക്ക് ഞാനുണ്ടടാ എന്ന് പറഞ്ഞു വരുന്നത്. അങ്ങനെ തന്റെ ഡിമാൻഡ്സ് ഒക്കെ അയാളോട് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അജീഷ്. നല്ല പശുവും പാലിന്റെ നിറമായിരിക്കണം, പല്ലൊക്കെ ഇങ്ങനെ നിരനിരയായിരിക്കണം, ഇമാതിരി കൊന്തരം പല്ലൊന്നും പാടില്ല, ചന്തി വരെ മുടി വേണം, മതി മതി ഇത്രേ കൊണ്ടെങ്കിൽ അവർക്ക് വേറെ നല്ല പയ്യനെ കിട്ടൂലേ എന്നായിരുന്നു പുള്ളിക്കാരന്റെ മറുപടി. എന്നാലും അച്ഛൻ പറഞ്ഞിട്ട് പോയതുകൊണ്ട് തന്നെ അയാൾ അവന്റെ ഡിമാൻഡ്സിനൊത്ത ഒരു പെണ്ണിനെ തന്നെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ചടങ്ങിന്റെ ഇടയ്ക്ക് വെച്ച് അജീഷിന് ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നി. അത് കണ്ട പെൺകുട്ടിയുടെ അച്ഛൻ നീ ധൈര്യമായിട്ട് പോയിട്ട് വാ മോനെ എന്ന് പറഞ്ഞ് ടോയ്ലറ്റിലേക്കുള്ള ഡയറക്ഷൻ കാണിച്ചു കൊടുത്തു. ടോയ്ലറ്റിലേക്ക് പോയത് വേറെ ഒന്നിനും വേണ്ടിയായിരുന്നില്ല. തനിക്ക് ഈ പെൺകുട്ടി ഇഷ്ടപ്പെട്ടില്ല എന്ന് അവന്റെ ആ തല്ലിപ്പൊളി കൂട്ടുകാരനെ വിളിച്ച് പറയാൻ വേണ്ടിയായിരുന്നു. ആ ബ്രോക്കറിനെ കൈ കിട്ടിയ ഇങ്ങനെ അടിക്കും എന്ന് കാണിച്ചതായിരുന്നു. ഷവർ ഓണായി വെള്ളം വന്നു. ഒന്ന് അവിടെ നിന്ന് എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അജീഷ് അതിനകത്ത് കിടക്കുമ്പോൾ അവന്റെ കുടുംബം പെണ്ണ് വീട്ടുകാരുമായിട്ട് അന്താക്ഷരി കളിക്കുകയായിരുന്നു. എങ്ങനെയൊക്കെയോ ഷവർ ഓഫാക്കിയെങ്കിലും ദേഹം മൊത്തം നനഞ്ഞ ഉടുപ്പൊക്കെ ഊരി തോളത്തിട്ട് വെറും ബനിയനുമായിട്ടാണ് അവൻ പെണ്ണ് വീട്ടുകാരെ സമീപിച്ചത്. നാണക്കേട് സഹിക്കാൻ പറ്റാതെ അവൻ അപ്പോൾ തന്നെ അനിയന്റെ കയ്യിൽ നിന്ന് താക്കോലും വാങ്ങിച്ച് സ്ഥലം വിട്ടു. അന്ന് വൈകിട്ട് തന്നെ കുടുംബക്കാരെല്ലാവരും പങ്കെടുക്കുന്ന ഒരു കല്യാണ ചടങ്ങ് വെച്ച് അജീഷിന്റെ അമ്മയ്ക്ക് ഒരു പെൺകുട്ടിയെ കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ കൈനോക്കൽ വശമുണ്ടായിരുന്ന ആ കുട്ടി ഇവന്റെ കൈ നോക്കി ഒരു കാര്യം പറഞ്ഞു. നിങ്ങളുടെ കല്യാണം നടക്കുക ഒരു അസാധാരണ സാഹചര്യത്തിലായിരിക്കുമെന്ന്. അതൊരു ആണാവാം പെണ്ണാവാം.